അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅലാ അസ്ഹാബിഹി. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ 2. ഈ പരിശുദ്ധ റമദാനിൽ നാം പറയാൻ ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് ചെറിയ പുണ്യകർമ്മങ്ങളിലൂടെ വലിയ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന സുന്നത്തായ കാര്യങ്ങളെക്കുറിച്ചാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എല്ലാവരും ഈ ക്ലാസ്സുകൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ കുടുംബ ഗ്രൂപ്പുകളുണ്ടാവും, സൗഹൃദ വലയങ്ങളുണ്ടാകും, അവരിലേക്കൊക്കെ ഫോർവേഡ് ചെയ്തു കൊടുക്കുക. ആർക്കും പ്രയാസമില്ലാത്ത രീതിയിൽ 10 മിനിറ്റിൽ താഴെയുള്ള വോയിസുകളാണ് നമ്മൾ അയക്കുക. ഇത്തരം നല്ല കാര്യങ്ങൾ, ഒരു ഇൽമ്, ഒരു അറിവ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് നേരത്തെ പറഞ്ഞ ഡിജിറ്റൽ പുണ്യകർമ്മങ്ങളിൽപ്പെട്ട വലിയ മഹത്വം കിട്ടുന്ന അധ്വാനമില്ലാത്ത അമലാണ്. നമുക്കറിയാം, ആധുനിക യുഗം എല്ലാ കാര്യങ്ങളെയും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം വേഗത്തിലാവണം. അധ്വാനമോ പ്രയാസങ്ങളോ കൂടാതെ ജീവിതം സുഖകരമാവണം. ഇതാണ് എല്ലാം ഡിജിറ്റലൈസ് ചെയ്യുന്നതിലൂടെ ഇന്ന് നാം ലക്ഷ്യം വെക്കുന്നത്, നാം ആശിക്കുന്നത്. എന്നാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പലതും നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഇത്തരം സംവിധാനങ്ങളൊക്കെ വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഡിജിറ്റലൈസ് ചെയ്ത് തന്നിട്ടുണ്ട്. നോക്കൂ, നിങ്ങളൊരു ചെറിയ ഹദീസ്, ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖാല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം ഇത്തഖുന്നാറ വലൗ ബിശിക്കി തംറ. ഇത്തഖുന്നാറ വലൗ ബിശിക്കി തംറ. വെറും 5 വേർഡുകൾ അടങ്ങിയ ഒരു ഹദീസ്. മാഷാ അല്ലാഹ്. ഒന്നും കൂടി കേട്ടു നോക്കൂ. ഇത്തഖൂ അന്നാറ വലൗ ബിശിക്കി തംറത്തിൻ. നിങ്ങൾ നരകത്തിന് സംരക്ഷണം നൽകണം, നരകത്തിന് കാവൽ നൽകണം, നരകത്തിലേക്ക് എത്തുന്നതിനെ തൊട്ട് നിങ്ങൾ തടയണം, നരകം കാണുന്നതിനെ തൊട്ട് നിങ്ങൾ തടയണം. എന്തുകൊണ്ട്? വലൗ ബിശിക്കി തംറ. ഒരു കാരക്ക ചീന്തുകൊണ്ടെങ്കിലും. അല്ലാഹ്, എത്ര നമ്മൾ അല്ലാഹുവിനെ സ്തുതിച്ചാലും മതിയാവുകയില്ല. എത്ര നമ്മൾ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾക്ക് ഇത് പഠിപ്പിച്ചു തന്ന ഹബീബിന് എത്ര സ്വലാത്ത് ചൊല്ലിയാലും മതിയാവുകയില്ല. വലിയ അമല് ചെയ്യാനല്ല പറയുന്നത്, സാധിക്കാത്തവ ചെയ്യാനല്ല പറയുന്നത്. പിന്നെ ഒരു കാരക്ക ചീന്ത്, ഒരു കാരക്ക മുഴുവനുമില്ല, അതിൻ്റെ ഒരു കഷ്ണം സദക്ക ചെയ്തിട്ടെങ്കിലും നിങ്ങൾ നരകത്തെ കാക്കണേ. പരിശുദ്ധ റമദാനിലല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ നാം ഉള്ളത്. വളരെ പാവപ്പെട്ട കുടുംബത്തെ കണ്ടെത്തി അവർക്ക് നല്ല ഇനം കാരക്ക, അവർ ആ കാരക്ക തിന്നുന്ന സമയത്ത് നമ്മെ ഓർക്കണം, അവർ അൽഹംദുലില്ലാ പറയണം. അവർക്ക് നല്ല ഇനം കാരക്ക എത്തിച്ചു കൊടുക്കാം. 1 കിലോ കാരക്ക പോലും വാങ്ങാൻ ഗതിയില്ലാത്ത എത്രയോ കുടുംബങ്ങൾ നമ്മുടെ മഹല്ലത്തിലുണ്ടാവും, അല്ലെങ്കിൽ അടുത്ത പ്രദേശങ്ങളിലുണ്ടാവും. അത്തരം കുടുംബങ്ങളെ കണ്ടെത്തി ഈ റമദാനിലെ നോമ്പ് തുറയുടെ കാരക്ക നമ്മുടേതാവട്ടെ. അത് പരസ്യം ചെയ്ത് സോഷ്യൽ മീഡിയകളിലും മറ്റും വിളിച്ചു പറയുന്ന സംഘങ്ങൾ മുഖേനയല്ല കൊടുക്കേണ്ടത്. നാം അത്തരം കുടുംബങ്ങളെ കണ്ടെത്തി നമ്മുടെ കൈകൊണ്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സിലേക്ക് ഡെലിവറി ചെയ്യുക. ഇന്നതിന് സംവിധാനമുണ്ടല്ലോ, നേരിട്ട് അവരെ കയ്യിൽ കിട്ടുന്ന സംവിധാനങ്ങൾ ഇന്നുണ്ട്. സംഘടനകൾക്കും കൂട്ടായ്മകൾക്കും കൊടുക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അത് വേറെ കൊടുക്കുക. അതിലും വലിയ പുണ്യമുണ്ട്. അവർ ചെയ്യുന്നതും വലിയ സേവനങ്ങൾ തന്നെയാണ്. അവർക്കൊക്കെ അള്ളാഹു ബറക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ. ഒരു കാരക്കയുടെ തൂക്കം
ആരെങ്കിലും സദക്ക ചെയ്താൽ, ഒരു കാരക്ക, എന്താ അത് നമുക്ക് വളരെ നിസ്സാരമായി തോന്നും. പക്ഷേ അത് അള്ളാഹു ഡിജിറ്റലൈസ് ചെയ്തതാ പറയുന്നത്. ഒരു കാരക്ക നിങ്ങൾ സദക്ക ചെയ്താൽ എന്താവണം? മിൻ കസ്ബിൻ ത്വയ്യിബിൻ, നല്ല ധനത്തിൽ നിന്നാവണം. അപ്പൊ സദക്ക കൊടുക്കുന്നത്, കാരക്ക വാങ്ങി പാവങ്ങൾക്ക് കൊടുക്കുന്നത്, അത് ഏതെങ്കിലും ഹറാമായ പണം കൊണ്ടാവരുത്, അല്ലെങ്കിൽ സംശയാസ്പദമായ പണം കൊണ്ടാവരുത്. മറിച്ച് മിൻ കസ്ബിൻ ത്വയ്യിബിൻ, ഹലാലായ നല്ല പൈസ കൊണ്ട്. എന്നിട്ട് അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ശ്രദ്ധിക്കണം എൻ്റെ ഉമ്മത്തെ, വലാ യഖ്ബലുല്ലാഹു ഇല്ല ത്വയ്യിബ. നിങ്ങൾ കുറേ കൊടുത്തോണ്ടൊന്നും കാര്യമില്ല. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളുടെ സദക്ക വിളംബരം ചെയ്തത് കൊണ്ട് കാര്യമില്ല. അള്ളാന്റെ അടുക്കൽ സ്വീകരിക്കണോ അത് ഇല്ല ത്വയ്യിബ്, നല്ലതേ അള്ളാഹ് സ്വീകരിക്കും. ഹലാലായ ധനം കൊണ്ട് ചെയ്യുന്നതേ അള്ളാഹു സ്വീകരിക്കും. അങ്ങനെ ഒരാൾ ഒരു കാരക്കയുടെ തൂക്കം സദക്ക ചെയ്താൽ ഫഇന്നല്ലാഹ യതഖബ്ബലുഹാ ബിയമീനി, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറിയ സദക്ക വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതാണ്. നമ്മൾ ഒരു 100 രൂപ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാൾ നമുക്ക് 1 രൂപ വന്നാൽ നമുക്ക് ഒരു വല്ലാത്ത എന്തുണ്ടാകും? ഒരു വെറുപ്പ്, അല്ലെങ്കിൽ ഒരു പ്രയാസം ഉണ്ടാകും. എന്നാൽ അള്ളാഹ്ക്ക് അതുണ്ടോ? ഇല്ലേ ഇല്ല. അള്ളാഹ് വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കും. എന്നിട്ടോ സുമ്മ യുറബ്ബിഹാ ലിസ്വാഹിബിഹാ, ആ 1 രൂപ വലിച്ചെറിയല്ല, പിന്നെ ഈ ഒരു കാരക്കയുടെ അത്രയുള്ള ഈ സ്വതക്ക അള്ളാഹു അതിനെങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കും. ആ സദക്കയെ ഇങ്ങനെ നെറ്റ്വർക്കായി, അല്ലെങ്കിൽ അതിനെ നമ്മളെ ഭാഷയെ പറഞ്ഞാൽ അതിനെ പലിശ എന്ന് പറയാൻ പറ്റൂല, അതിനെങ്ങനെ വർദ്ധിപ്പിച്ചു കൊണ്ടിരിക്കും. ആർക്ക് വേണ്ടി? സ്വാഹിബിയ, അത് നൽകിയ ആ സ്വതക്ക ചെയ്ത ആൾക്ക് അതിൻ്റെ പ്രതിഫലത്തെ ഇങ്ങനെ വലുതാക്കിക്കൊണ്ടിരിക്കും. ഏതുപോലെ? അല്ലാഹ് കമാ യുറബ്ബി അഹദുക്കും ഫലുവഹു, ഒരു ഒട്ടകത്തിന്റെ കുഞ്ഞിനെ, അല്ലെങ്കിൽ ഒരു കുതിരയുടെ കുട്ടിയെ നാം ഏത് രൂപത്തിൽ വളർത്തിയെടുക്കും? നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഒരു ആടിൻകുട്ടി, ഒരാട് നമ്മുടെ വീട്ടിൽ പ്രസവിച്ചാൽ, ഒരു പശു പ്രസവിച്ചാൽ, നാം ആ കുട്ടിയെ എത്ര സ്നേഹത്തോടെയും എത്ര ബഹുമാനത്തോടെയും അല്ലെങ്കിൽ എത്ര കരുതലോടെയും വളർത്തിയെടുക്കുന്നു എന്നതുപോലെ ഈ നിസ്സാരം, നമുക്ക് വളരെ നിസ്സാരമാണെന്ന് തോന്നുന്ന ഒരു കാരക്കയുടെ അത്രയുള്ള സ്വതക്കയെ അല്ലാഹു തആല പരിപോഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. എത്ര വരെ? ഹത്താ തകൂന മിസലൽ ജബലി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹത്താ തകൂന മിസലൽ ജബലി, ഈ കാരക്കയുടെ അത്ര ഉള്ള സ്വതക്ക ചെയ്ത സ്വതക്കയെ അള്ളാഹു പരിപോഷിപ്പിച്ചെന്താക്കും? വലിയ പർവ്വതം പോലുള്ള പ്രതിഫലമാക്കിയത് മാറ്റും. മാഷാ അല്ലാഹ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്. ഇത് പറഞ്ഞു തന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു വസല്ലമ അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. മാഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സ്വതക്കകൾ ചെയ്യാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതിനുള്ള ശ്രമങ്ങൾ നടത്തുക. അള്ളാഹു വിജയിപ്പിക്കട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ അള്ളാഹു തആല സ്വർഗ്ഗപ്പൂന്തോപ്പാക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു മാപ്പ് നൽകട്ടെ. നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു തആല പൂർത്തീകരിച്ച് തരട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.